ബി.ജെ.പി കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിൽ നടത്തിയ സമരം ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കോമഡിയായിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതനെ കാപ്പ കേസിൽ പോലീസ് പിടികൂടിയതിൽ പ്രതിഷേധിച്ചായിരുന്നു വൈകിട്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നേതാക്കൾ മാർച്ച് നടത്തിയത്. സമരത്തോടെ ഗതാഗതം തടസ്സപ്പെട്ടു. നേതാവ് സമരം ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വയോധിക ബഹളം വെച്ച് മുന്നിലേക്ക് കയറി വന്നു. വഴിമാറടൂ, അവൻ്റെയൊക്കെ ഒരു സമരം എന്നു പറഞ്ഞാണ് സരസ്വതിയമ്മ ദേഷ്യപ്പെട്ട് കയറി വന്നത്. ഉദ്ഘാടകന്റെ കയ്യിൽ കയറി പിടിച്ചു. ഇതോടെ ആവേശത്തിൽ പ്രസംഗിച്ചു നിന്നിരുന്ന നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെട്ടു. ഉടനെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചെന്ന് പറഞ്ഞ് ചടങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. സരസ്വതിയമ്മ ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നതാണ്. റോഡിൽ സമരം നടക്കുന്നതിനാൽ വീട്ടിലേക്ക് ഓട്ടോ പോകില്ല. വഴിയിലിറക്കി നടന്നു പോകാൻ പറഞ്ഞു. ഇതാണ് സമരക്കാരുടെ നേരെ തിരിയാൻ കാരണം. എന്തായാലും വളരെ സീരിയസായി ബി.ജെ.പി തുടങ്ങിയ ഒരു സമരം കോമഡിയായി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മതി. സരസ്വതിയമ്മ വന്ന് കയറിയതോടെ സമരം കുളമായി. പിന്നെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ച് 4 വഴിക്ക് ഓടി. രസകരമായ ആ വീഡിയോ കാണാം. പല സ്റ്റേഷനുകളുമുണ്ട്. ആ സ്റ്റേഷനുകൾ നിരവധി സ്റ്റേഷനുകൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകരെ അവർക്ക് നേരെ ഈ തരത്തിലുള്ള പ്രവണതകളും വച്ചുകൊണ്ട് ഇനി ഒരു സ്റ്റേഷനിലും നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ സമര പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. അക്ഷയ് മൈക്ക് മഞ്ജു സമരം ചെയ്യണൊക്കെ ശരിയല്ല. ഞാനും കൂടെ വരണം. സമരത്തിന്റെ മുന്നിൽ വന്നാൽ നിങ്ങൾ അനീതി കാണിക്കണമല്ലോ. സ്റ്റുഡിയോ എടുക്കണ്ടേ? നീ അത് പത്രക്കാരി ചാനൽ EN24 നിനക്കെന്തായാലും കുടിക്കാൻ എന്താ ഇപ്പൊ പറഞ്ഞു? അമ്മച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പം ബുദ്ധിമുട്ടല്ല. ഞാൻ ഒരു ആട്ടോയിൽ വന്ന് ഇറങ്ങി നടന്നു പോകാൻ പറഞ്ഞു. വല്ല തിന്നാൻ വാങ്ങിച്ചേരി വേഗം. ഞാൻ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഇതാ പൈസയൊക്കെ 500 രൂപ നോട്ടൊക്കെ ഇരിക്കുന്നു. കൊണ്ടുവന്നാൽ വല്ല പിന്നെ വടയാ ദോശ വാങ്ങിച്ചാലും അവിടെ ഒരു ദോശക്കടയുണ്ട്. ഈ പ്രതിഷേധക്കാരോട് എന്താ പറയാനുള്ളത്? പ്രതിഷേധക്കാരോടിയാ അവരെന്തിനു പ്രതിഷേധിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടല്ലോ. ചുമ്മാ ഒരു രാഷ്ട്രീയക്കാരും കുറെ പിന്നെ വീഡിയോക്കാരും കുറെ പത്രക്കാരും പിന്നെ കുറെ പോലീസുകാരും ഇത്രയല്ലേ ഉള്ളൂ. ഇന്നത്തെ എന്നെ കേട്ട് വിടും.